തീരുമാനമെടുത്തതാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. എൻ്റെ സഹോദരങ്ങളെയും അവരുടെ മക്കളെയും ഒരുമിച്ച് കൂട്ടി ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് വാങ്ങിക്കൊടുക്കുക. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു വിനോദ പരിപാടി എന്ന നിലയ്ക്ക് ഒന്നിൽ കളിക്കാട് ഡാം കാണാൻ പോവുക. അല്ലെങ്കിൽ ഫിലിം കാണാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കൊണ്ടുപോകുക. അത് കഴിഞ്ഞ് തീറ്റ ഏർപ്പാട് ചെയ്താൽ പഞ്ചമുട്ടിയിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള പലഹാരം വാങ്ങിക്കൊണ്ടുവരും. ആ പലഹാരം ഇവിടെ കൊണ്ടുപോകും. ഈ പരിപാടി കഴിയുമ്പോൾ എല്ലാവർക്കും ഈടൊക്കെ പലഹാരവും കൊടുത്ത് ചായയും വാങ്ങിക്കൊണ്ട് ചായ വാങ്ങിക്കൊടുത്ത് സന്തോഷമായിട്ട് പിരിയുക. ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനിത് ബിജുവിനോട് പറഞ്ഞു. അതിനു മുൻപ് തന്നെ സുഖമാണ് ഇതിൻ്റെ കാരണക്കാരൻ. സുഖ എന്നോട് പറഞ്ഞു, ചേച്ചി നമ്മുടെ കുടുംബത്തിൻ്റെ ചരിത്രം ചേച്ചിക്ക് അറിയാമല്ലോ, ചേച്ചി ഒരു കാര്യം ചെയ്ത് ഇതൊക്കെ കുറിച്ച് വെക്ക്, നമുക്കത് ഒരു പുസ്തകമാക്കി ഒരു മീറ്റിംഗ് കൂടി അത് വിതരണം ചെയ്യാം. പക്ഷെ പുസ്തകമാക്കുന്ന കാര്യം ചേച്ചി ആരോടും പറയണ്ട. അതങ്ങനെ ഇരിക്കട്ടെ. അത് മാത്രം അപ്പോഴേ ഞാൻ വിചാരിച്ചത് അച്ഛൻ്റെ ഇളയ സഹോദരിയാണ് സുമതി അപ്പച്ചി. അപ്പച്ചി അന്ന് ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ ആഗ്രഹം അപ്പച്ചിയെ വിളിച്ച് ഒരു സമ്മേളനം കൂടുക, പൊന്നാട അണിയിച്ച് അവരെ ആദരിക്കുക. ഒരു സാരിയൊക്കെ ഞാൻ സംഘടിച്ച് വെച്ചു അപ്പച്ചിയെ ആദരിക്കാൻ വേണ്ടി. സുഖൂനൊരു കാര്യം വന്നപ്പോൾ സുഖു പറയുന്നത്, ചേച്ചി പെൻഷനായിട്ട് അത് കഴിഞ്ഞ് അപ്പോഴേ ഞാൻ ഫ്രീ ആവും. പെൻഷനായപ്പോഴ് കാര്യം നടക്കണ പോളൊന്നുമില്ല. കല്യാണമായി എപ്പോഴേ എവിടെ സമയമില്ല. ഒരു കല്യാണമായി രണ്ട് കല്യാണമായി നടക്കണ പോളില്ല. പിന്നെ ഏതായാലും എൻ്റെ ആഗ്രഹമാണ് സഹോദരങ്ങളെ മക്കളെ ഒരുമിച്ച് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു വീട്ടിൽ സൗകര്യം എത്രയും പേർക്ക് ഇരിക്കാനുള്ള വകുപ്പ് ഇല്ലല്ലോ. അതുകൊണ്ട് പള്ളിയിലെ വാർഡ് ബുക്ക് ചെയ്യാം. അവിടെ നമുക്ക് വിളിച്ചു വിടാം. എന്താ അങ്ങനെ ഒരു സത്യം കൂടുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും അതിന് സൗകര്യമുള്ള ഏതെങ്കിലും എന്നാവും പറഞ്ഞു. ഒടുവില് അടിയിന്റെ കല്യാണം ആ സഭയിൽ വെച്ച് മാമ അത് ഇറക്കിയിട്ട് എന്തെന്ന് അറിയാമോ, ചേച്ചിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നമുക്ക് സാധിച്ചു കൊടുക്കണം. എല്ലാവരും സമ്മതിച്ചു. സാധിച്ചു കൊടുക്കണം പറഞ്ഞ് അങ്ങനെ നമ്മൾ ചെയ്യുന്നറിയാമോ പരിപാടി മുന്നോട്ട് നീക്കാൻ തുടങ്ങി. ഞാൻ കുറിച്ച് വെച്ചത് ഞാൻ പോലും അറിയാതെ, എന്താ ഞാൻ കുറിച്ചൊന്നുമില്ല, ഞാൻ പോലും അറിയാതെ ബില്ല് കൊണ്ടുവന്ന് പുസ്തകമാണ്. അങ്ങനെയാണ് പുസ്തകമാണ്. എല്ലാം കൂടെ തട്ടിക്കൂട്ടി എല്ലാവരും ഒത്തൊരുമിച്ചത് അനുഗ്രഹിച്ച് ഒരുപാട് സന്തോഷം. ഇത് നിലനിർത്തി
സമന്വയത്തിലെ എല്ലാ ഘടകങ്ങൾക്കും എൻ്റെ ഹൃദയമായ നന്ദിയാണ് അറിയിക്കുന്നു. ഇനിയും അടുത്ത വരുന്ന വർഷങ്ങളിൽ ഇതുപോലെ സംഗമം സംഘടിക്കുന്നതിനും ഇന്നത്തെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി. സ്നേഹ ബഹുമാനമുള്ള പരമേശ്വരനെയും നീല ചേച്ചി, വസന്ത ചേച്ചി, പാമ ചേച്ചി, രാഹു ചേച്ചി, എൻ്റെ കൊച്ചേട്ടൻ പ്രഭു ചേച്ചി, എല്ലാ മക്കളും ഈ കഴിഞ്ഞ സംഗമം നമ്മൾ വിചാരിച്ചത് സംഗമം എന്ന് പറയുമ്പോൾ ഞാൻ ചേച്ചി പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ഒരു കൂട്ടി വന്നതെന്ന്. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞങ്ങളുടെ അടുത്ത തലമുറയെ ഒന്നിച്ചു കൂട്ടാനും ഒരുമിച്ച് പോകാനുമുള്ള ഒരു സന്ദർഭമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. നമ്മുടെ അടുത്ത തലമുറ, നമ്മുടെ മക്കൾ ഇനി ഈ ഒറ്റുമയും ബന്ധവും നിങ്ങളുടെ മക്കളിലും ഉണ്ടാകണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ 2 വർഷം കഴിഞ്ഞു നമ്മൾ ആദ്യത്തെ സംഗമത്തിൽ കൂടി തീരുമാനിച്ചതാണ് പ്രധാനമായിട്ടുള്ളത് അശ്വതി കല്യാണം. അതിലേറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു കുടുംബം, നല്ലൊരു അച്ഛനും അമ്മയും അവർക്ക് കിട്ടി. അതാണ് നമ്മൾ സന്തോഷിക്കുന്നത്. നമ്മൾ പ്രയത്നിച്ചത് മോശമായി പോയില്ല, തെറ്റായി പോയില്ല. നല്ലൊരു കുടുംബം. അതിന് ഉദാഹരണത്തിന് അന്ന് തന്നെ നമുക്കറിയാം. നമ്മളവിടെ ഗുരുദേവന്റെ അതായത് പ്രവേശനം നമ്മൾ ഇരുന്നപ്പോൾ ആ അച്ഛൻ വന്നിരുന്ന് നമ്മളോടെല്ലാം എന്ത് കാര്യമായിട്ട് സംസാരിച്ചു. അത് മാത്രം മതി അവര് ആ കോഴി. പിന്നെ നമ്മളൊപ്പം പോയിരുന്നാലും സന്തോഷത്തോടെ അവർ സ്വീകരിക്കുന്നു. പനിച്ചൂട്ടിൽ ഏതൊരു കല്യാണം വന്നാലും അവിടെ അമ്മ വരും. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അപ്പം നല്ലൊരു കുടുംബം കിട്ടിയ ദൈവത്തിന് നന്ദി പറയാൻ. അതുപോലെ ഇനിയൊക്കെ സംഗമങ്ങൾ നടക്കും, അടുത്ത് നടക്കും. ഇപ്പൊ ഇരിക്കുന്ന കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറയുന്നതേ ഉള്ളൂ. കാര്യത്തിലേക്ക് വരുന്ന എല്ലാവരും ചേച്ചിക്ക് നടക്കാവുന്നതാണല്ലോ, മനസ്സിലേക്ക് കിടക്കുന്നതാണല്ലോ. ഇത് അവരിക്കില്ല, മണി പോലും നടക്കാൻ വയ്യാതെ ചാടിച്ചാലും എല്ലാം ഉണ്ട്. ഈ ആരോഗ്യത്തോടെ തന്നെ ഇരിക്കും. അതിന് പ്രത്യേകമായത് നന്ദി പറയണം മക്കളോട്. ആ ഒരു സന്തോഷം നമ്മളെല്ലാം ഒന്നിനൊന്ന് വിടാതെ ആർക്കും വിട്ടുകൊടുക്കാതെ നമ്മുടെ മക്കള് നമ്മളെ സംരക്ഷിക്കുന്നു. അതാണ് നന്ദി നമ്മൾ അറിയിക്കേണ്ട ദൈവത്തിന്. പിന്നെ എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കൂട്ടായ്മ വെച്ച് ഇതെല്ലാം അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. ഇതിനോട് അച്ഛൻ്റെ അമ്മയുടെ പേരിലാണ് നമ്മളാണ് ചെറിയൊരു ചാരിറ്റി പ്രവർത്തനം വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ഓരോ സമയത്ത് ചെറിയൊരു പിരിവെടുത്ത് ഏതെങ്കിലും ഒരു അനാഥാലയം അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. നിങ്ങളത് തീരുമാനിച്ച് നടപ്പാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നടപ്പാക്കുക. വേറൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നമസ്കാരം. എന്തോന്ന് എല്ലാം പറയാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇന്ന് പറഞ്ഞ് മുഴുവൻ ഇരുന്നാൽ വെളുപ്പാക്കാലം വരെ പറയാം. പിന്നെ എല്ലാവർക്കും ശരീരസുഖം തന്ന് എല്ലാവരെയും ഇവിടെ കൊണ്ടെത്തിച്ച ദൈവത്തിന് ഏറ്റവും വലിയ നന്ദി ഞാൻ അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു അതിശയം കൊണ്ടാണ് നമ്മളെല്ലാവരും. ഞാൻ ഇന്ന് 10 മണി വരെ ഞാൻ വരുന്നില്ലെന്നാണ് വിചാരിച്ചത്. 10 മണിയായപ്പോൾ എൻ്റെ മക്കളെ എന്നെ എണീപ്പിച്ച് ഡ്രസ്സ് ഇട്ട് എന്നെ അവിടെ കൊണ്ടുവന്നെത്തിച്ച്. എങ്ങനെ എത്തിയെന്ന് പോലും എനിക്കറിയില്ല. അതുപോലെ തന്നെ എല്ലാ സഹോദരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും സഹകരണവും ബഹുമാനവും എല്ലാവരും ആർക്കാണ് എന്ത് വന്നാലും എല്ലാവരും സഹകരിക്കും. ഇങ്ങനെ ഒരു സഹകരണമുള്ള കുടുംബത്തിന് നമ്മൾ കണ്ടിട്ടേ ഇല്ല.
അതുകൊണ്ട് എല്ലാ പേർക്കും നമ്മളെ കുടുംബത്തിനോട് ഭയങ്കര അസൂയാണ്. ആർക്കെന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. മിനിയുണ്ട്, ജിബിനുണ്ട്, അവർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും നമ്മൾ എപ്പോഴും വിളിച്ച് പറഞ്ഞാലും ഇനി അങ്ങനെയുള്ള എല്ലാ കുട്ടികളും നമുക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഇപ്പം തന്നെ ചെയ്യാം, ഇപ്പം തന്നെ നോക്കാം, നമുക്ക് നല്ലത് മറുപടി എന്ന് നമ്മളെ മനസ്സിന് സന്തോഷിക്കുന്ന മക്കളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതൊന്നും മറക്കാൻ പറ്റില്ല. ദൈവം എല്ലാ പേർക്കും ആയുസ്സും സമാധാനവും സന്തോഷവും കുടുംബജീവിതവും തന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ മക്കൾക്കും വേണം, മക്കൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് പറയത്തക്കതായിട്ട് വലുതായിട്ട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നമ്മളെല്ലാവരെയും ദൈവം ഇത്രയും നല്ല രീതിയിൽ നടത്തിയതിന് ആദ്യം ദൈവത്തിനോട് നന്ദി പറയുന്നു. ഈ സഹകരണമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത്. നമ്മുടെ അടുത്ത തലമുറ ഇത് കണ്ട് ഞങ്ങൾ ഇന്നും ഈ സഹോദരങ്ങൾക്ക് യാതൊരു പണക്കമോ ഒന്നുമില്ല. ഇത്രയും കാലം ഞങ്ങൾ നല്ല സന്തോഷത്തോടുകൂടി ജീവിച്ചു, അതിനുള്ള അനുഗ്രഹം ദൈവം തന്നു. അതേപോലെ അടുത്ത തലമുറയും അതിൻ്റെ അടുത്ത തലമുറയും ഞങ്ങൾ മറ്റുന്നേരം നിങ്ങൾക്കൊരു പിന്നെ പിണക്കമോ ഒന്നും ഉണ്ടാകില്ലെന്നറിയാം. അതിൻ്റെ അടുത്ത തലമുറയും അതേപോലെ നിങ്ങൾ തന്നെ കാത്ത് സംരക്ഷിച്ച് നല്ല സഹോദര ഐക്യമായിട്ട് സ്നേഹത്തോടുകൂടി ഇരിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിന് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ സംഘാടകർക്ക് ഇത് നടന്ന എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞു കൊടുക്കുക. സ്നേഹമുള്ള ചേച്ചി, സഹോദരങ്ങളെ, മക്കളെ, കൊച്ചുമക്കളെ, എല്ലാവർക്കും ഈ ഒരു സന്ദർഭം, ഈ ഒരു അവസരം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി ഞാൻ ആദ്യമായി ദൈവത്തോട് നന്ദി പറയുന്നു. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നമുക്ക് ഈ വയസ്സായ പ്രായത്തിൽ നിങ്ങളെല്ലാം ഒരുമിച്ച് കാണാനും ഈ സന്തോഷത്തിൽ പങ്കെടുക്കാനും കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും കാരുണ്യത്തെയും കൊണ്ട് ദൈവത്തിന് നന്ദി പറയും. നിങ്ങളോട് കടപ്പാടും സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കുന്നു. പല കാര്യങ്ങളും ചേച്ചി സഹോദരനെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കും ഇതേപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. പക്ഷെ കമലതളം പൊന്നു പണിക്കൽ ഭാര്യ ജീവിച്ച ആ രീതി ആ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അവരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും സന്തോഷത്തോടെ ഇത് നമ്മളെ ഈ സുഖ പറഞ്ഞതുപോലെ എല്ലാവർക്കും ആരോഗ്യ പ്രശ്നമുണ്ട്. പക്ഷേ ഈ സംഗമത്തിന് വരെ ആർക്കും ആരോഗ്യ പ്രശ്നമില്ല. എല്ലാവരും ഈ സ്റ്റെപ്പ് കയറി സന്തോഷത്തോടുകൂടി വന്ന് സഹകരിക്കുന്നു. ഇതിൽ പരം ഭാഗ്യം എന്തോന്ന് വേണം? വയസ്സുകാലത്ത് നമുക്ക് സന്തോഷിക്കാൻ എന്തോന്ന് വേണം? ഇതാണ് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റാണിത്. അടുത്ത വർഷം ഇനി ആരുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും, ദൈവത്തിന്റെ കയ്യിലാണ്. എല്ലാവർക്കും ഈ സംഘടിപ്പിച്ച എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. എല്ലാ സഹോദരന്മാർക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിൽ ഏറ്റവും വലിയ ബിജുവിനാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഇത് ചെല്ലേണ്ടത്. പിന്നെ ദൈവത്തിൽ വിശ്വാസമുള്ളതുകൊണ്ട് ഇവർ പറയാണ് ഇതിലെനിക്ക് തോന്നുന്നത് ഇതിലൊരു അദൃശ്യ ശക്തി ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം ഉദാഹരണമാണ്, ഈ സംഗമത്തിൽ 23 ശേഷം നമ്മൾ പല പ്രാവശ്യം ശ്രമിച്ചതാണ് ഒന്നുകൂടെ ഈ സംഗമം ഉണ്ടാകണം. പക്ഷെ എല്ലാവരും ഒത്തുകൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതിനൊരു ദൈവശക്തിയാണ്, ഒരു അദൃശ്യശക്തി എന്ന് പറഞ്ഞാൽ അത് പൊന്നു കമലം അവരുടെ ശക്തി എന്നാണ് എൻ്റെ വിശ്വാസം. അത് എല്ലാവരെയും കാണാൻ സാധിച്ചതുകൊണ്ട് പിന്നെ വേറൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ദൂര
വെള്ളങ്ങളിലുള്ള എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ തന്നെ ട്രാൻസ്ഫർ കിട്ടിയതിൽ അതിലൊരു സന്തോഷമുണ്ട്. എല്ലാവരെയും കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. എനിക്കായില്ലല്ലോ. എനിക്ക് ജാർഖണ്ഡിൽ നിന്ന് ഹൈദരാബാദിൽ വരാൻ സാധിച്ചില്ല. ട്രാൻസ്ഫർ അല്ല, വന്നത് കൊണ്ടല്ലേ എനിക്ക് ലീവ് കിട്ടിയത്. അല്ലെങ്കിൽ കിട്ടുമായിരുന്നു, അതൊരു ശക്തിയാണ്. അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ കിട്ടുമായിരുന്നു. സന്തോഷമുണ്ട്.